എന്താണ് HEIF അഥവാ ഹൈ എഫിഷ്യൻസി ഇമേജ് ഫോർമാറ്റ്? എന്താണ് JPGയും HEIFും തമ്മിലുള്ള വ്യത്യാസം? പഴയ വീഡിയോകളിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് റോയും JPGയും തമ്മിലുള്ള വ്യത്യാസം. റോ ഒരു അൺകംപ്രസ്ഡ് ഇമേജ് ഫോർമാറ്റ് ആണ്, JPG ഒരു കംപ്രസ്ഡ് ഇമേജ് ഫോർമാറ്റ് ആണ്. എന്നാൽ ഇവിടെ HEIF ആൻഡ് JPG ബോത്ത് ആർ കംപ്രസ്ഡ് ഫോർമാറ്റ്സ്. HEIFും JPGയും കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ആണ്. വ്യത്യാസം എവിടെയാണെന്ന് വെച്ചാൽ HEIF ഈസ് എ ന്യൂ ഫോർമാറ്റ്. HEIF ഒരു പുതിയ ഫോർമാറ്റ് ആണ്. ഫയൽ സൈസ് JPGനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, എന്നാൽ കളർ ഇൻഫർമേഷനും ഡെപ്തും കുറച്ചുകൂടെ കൂടുതലാണ്. ഇൻ അതർ വേർഡ്സ്, ചുരുക്കി പറഞ്ഞാൽ HEIF JPGനേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ന്യൂജൻ ഇമേജ് ഫോർമാറ്റ് ആണ്. ആസ് ഇറ്റ്സ് നെയിം സെഡ്, അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ കുറെ കൂടി എഫിഷ്യന്റ് ആണ്. സോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് JPGയുടെ ആവശ്യമില്ലല്ലോ, HEIF ഈസ് ഇനഫ്. എന്തുകൊണ്ട് നമ്മളിപ്പോഴും JPG ഉപയോഗിക്കുന്നു? അതാണ് അടുത്ത ചർച്ച. ഓൺലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. HEIF ഇപ്പോഴും പല പ്ലാറ്റ്ഫോംസിലും കമ്പാറ്റബിൾ അല്ല, പല പ്ലാറ്റ്ഫോംസും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു JPG ബിഫോർ എഡിറ്റിംഗ്. പിന്നെ എന്ത് കാര്യം? ഇപ്പോൾ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒന്ന് ഒഴിച്ചു നോക്കിയാൽ HEIF ഈസ് മോർ എഫിഷ്യൻറ്റ്. ഒരു ഇമേജ് സേവ് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്ഥലത്തിലും സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് വളരെയധികം ലാഭം കിട്ടും. നമുക്ക് പ്രതീക്ഷിക്കാം HEIF ഭാവിയുടെ ഒരു ഇമേജ് കംപ്രഷൻ ഫോർമാറ്റ് ആണ്. ഭാവിയിൽ പല പ്ലാറ്റ്ഫോംസും HEIFന്റെ കമ്പാറ്റബിലിറ്റി ഉറപ്പുവരുത്തും. നമ്മൾ വീണ്ടും കാണും അടുത്ത ദിവസം വളരെ ഇൻട്രസ്റ്റീവായ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.